തട്ടിയ കഥ പറഞ്ഞിരുന്നു. കൊട്ട തട്ടിയ കഥയിൽ ഞാൻ പറഞ്ഞു, ഒരു പുതിയ മുഹീദ്ദീമാലുണ്ട്, ആ പാട്ടൊക്കെ ചൊല്ലിയിരുന്നു. എന്ത്? അസ്രായീലിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട വാങ്ങിയിട്ട്, ആ നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ചെടവിൽ തുറന്നോവർ എന്നൊക്കെ ഞാൻ പാടിയിരുന്നു. ഞാൻ ആവർത്തിക്കണില്ല, സമയമല്ല, പലതും പറയാനുണ്ട്. അപ്പോ ഈ കഥ പറഞ്ഞപ്പോ മൂപ്പര് പറയാണ്, ഞങ്ങൾ അംഗീകരിക്കണം മാലല്ല. മൂപ്പര് പാറക്കടവത്ത് എന്ന് പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞാൽ പാറക്കടവത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിട്ട് കാണിച്ചു. മൂപ്പര് പറയാം, പച്ച കള്ളം പറഞ്ഞതാണ്, ഞങ്ങളത് ആഘോഷിക്കില്ല, കാന്തപുരം ഉസ്താദ് അംഗീകരിക്കില്ല, ആരും അംഗീകരിക്കില്ല, അതേതോ തമിഴൻ എഴുതിയതാണ്. ഞങ്ങളെ പണ്ടുള്ള ആലിമീങ്ങൾ തന്നെ സലഫി പെടുന്ന എവിടുന്നോ പോയി തേടിപ്പിടിച്ചു കൊണ്ടുവന്ന പുതിയ മുഹീദ്ദീൻ മാല ഞങ്ങളുടെ ആലിമീങ്ങൾ പണ്ടേ അവരുടെ വൈദുല്യം തർജ്ജമ എന്നുള്ള പുസ്തകത്തിൽ എതിർത്തിട്ടുണ്ട് എന്ന് മൂപ്പര് പറയുന്ന ആ നിഷേധത്തിന്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഒരു റൂഹും കൊണ്ട് അസ്രായിൽ പോകുന്നതിനും പോലും ഒരു മുഹീദ്ദീൻ പോലും അത് പേരോട് പറഞ്ഞ് പാറക്കടവ് പച്ചക്കള്ളം ഞങ്ങളെ മേൽ വെച്ചിട്ടാണ്. ഓ സലഫി, നിങ്ങളല്ലേ പ്രസംഗിച്ചത് ആ മുഹീദ്ദീൻ മാല കാന്തപുരം അംഗീകരിക്കുന്നതാണ് എന്ന് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ പേരോട് അംഗീകരിക്കുന്നതാണ് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ ആ പ്രസംഗിച്ച നിങ്ങളെ കേസറ്റ് ഞാൻ കേട്ടിട്ടാ ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്ന്. ഉസ്താദിനോട് അത് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ അംഗീകരിക്കുന്ന മുഹീദ്ദീൻ മാല ഖാദി മുഹമ്മദ് എന്ന് പേരു കോഴിക്കോട്ടത്തൂറ തന്നിൽ പീറുന്നോവർ ഇതൊക്കെയും നോക്കിയെടുത്തോവർ 500ഓളം കിതാബ് എഴുതിയ ആളാ മുഹീദ്ദീൻ മാല ഉണ്ടാക്കിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എഴുതിയ മുഹീദ്ദീൻ മാല നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളെല്ലാം ചെല്ലാറുണ്ട്. നേരെ മറിച്ച് മറ്റേ മാലയോ, മറ്റേ മാല ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാര് തന്നെ അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് എഴുതി പ്രചരിപ്പിച്ച് പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വൈദുല്യം തർജ്ജമ എന്ന് പറഞ്ഞിട്ട്, വൈദുല്യം തർജ്ജമ അതിന്റെ 143-ാം പേജ് വലിയ ഒരു മഹാൻ, കേരളത്തിൽ കഴിഞ്ഞു ഒരു വലിയ മഹാൻ എഴുതിയതാണ്. ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ വൈദുല്യം തർജ്ജമ ആരാണത്? പാടൂർ സെയ്ദ് കോയക്കുട്ടിത്തങ്ങൾ. അതിൽ ഇസ്ലാമിക വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ തുടങ്ങിയതൊക്കെ പറയുന്ന ഒരു തർജ്ജമയാണ്. പഴയ കാലത്തുള്ളതാണ് വൈദുല്യം തർജ്ജമ. അതില് ബഹുമാനപ്പെട്ടവര് ഓരോ സംഗതികളും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോളെ. ഇപ്പോൾ തമിഴിൽ വേദപുരാണമെന്നും തിർനിർണിടം എന്നും മുഹീദ്ദീൻ മാല എന്നും മറ്റും ചില പാട്ടുകൾ അഹ്ലുസുന്നിയാക്കളെ അഖീദക്ക് മാറായിട്ട് പെരുത്ത് കാര്യങ്ങൾ അതിൽ പറയുന്നതായിട്ട് നടന്നു വരുന്നുണ്ട്. ആയതിനെ പാടുന്നതും ജായിസല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴയ കാലത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ പാടൂര് സയ്യിദ് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജ്ജമ എന്ന് പറയുന്ന തർജ്ജമയിൽ അന്നത്തെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മുഹീദ്ദീൻ മാല അത് ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബാധകമല്ല, അത് പാടാൻ തന്നെ പാടില്ല എന്ന് ഞങ്ങൾ ആലിമീങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ആ പുതിയ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മാല നിങ്ങൾ എവിടെയോ പോയി തെരഞ്ഞു കുടിച്ചു കൊണ്ടുവന്നിട്ട് അത് സ്റ്റേജുമ കേട്ടിട്ട് കാന്തപുരം അംഗീകരിക്കുന്ന മാല, പേരോട് അംഗീകരിക്കുന്ന മാല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ലേ? ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത്? കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഞങ്ങള് പണ്ടേ എതിർത്തിട്ടുണ്ട് ആ പുതിയ മുഹീദ്ദീൻ മാലനെ. എവിടെ എതിർത്തത്? പാടൂര് കോയക്കുട്ടി അല്ലാമ സയ്യിദ് ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ പാടൂർ എഴുതിയ വൈദുല്യം തർജ്ജമയിൽ എതിർത്തിട്ടുണ്ട്. ഏതിനെയാ എതിർത്തത്? പുതിയ മുഹീദ്ദീൻ മാലയെ. ഇതിലൊരു രസമുണ്ട്, വിഡ്ഢിത്തം മനസ്സിലാക്കണം എന്ന് ശരിക്കും പഠിച്ചു വെച്ചോ. വൈദുല്യം തർജ്ജമ, ഈ തർജ്ജമ ഉണ്ടാക്കിയ പാടൂര് കോയക്കുട്ടി മുസ്ലിയാര്, ഇയാൾ വൈദുല്യം തർജ്ജമ ഉണ്ടാക്കുന്ന കൊല്ലം ഏതാണെന്നറിയോ? ഹിജ്റ 1277. ഹിജ്റ വർഷം ശരിക്ക് ശ്രദ്ധിച്ചോളണേ. ഹിജ്റ വർഷം 1277. ഫോൺ നമ്പർ വരെയല്ലത്. 1277 ആണ് പാടൂര് കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജ്ജമ രചിക്കുന്നത്. അത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കും. നിങ്ങളുടെ സുന്നി വോയിസ് എന്നാ വായിക്കുന്നത്. കേട്ടോണേ, എന്താ പറഞ്ഞത്? വൈദുല്യം പഴയ
വൈത്തുല്യം ഹിജ്റ 1277 കണ്ണൂരിൽ സ്ഥാപിച്ച മർഹൂം ആദാ ഹാജിയുടെ ആദ്യത്തെ ലിത്തോ പ്രസ്സിൽ നിന്നാണ് ആദ്യം അടിച്ചത്. തമിഴിലുള്ള പ്രസ്തുത മുഹീദ്ദീൻ മാലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരായി ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഹാനവറുകൾ അതിനെ എതിർത്തത്. തമിഴിലുള്ള മുഹീദ്ദീൻ മാലിനെതിരെ എതിർക്കുന്നത്. ഞാൻ ഇവിടെ തമിഴിലുള്ള മാലയെ പാടിയത് വലിയ ഒരു ഹാദിം മൗത്തായ സങ്കടം. ഇത് തമിഴാ തമിഴിലുള്ള മാലയാ. മൂപ്പരിനോട് ചോദിക്ക് ഉങ്കടെ ഊരങ്കേന്ന് ചോദിച്ചാലപ്പ തെറ്റിന്നാ സലഫി വിചാരിച്ചു. ഞാൻ ഇവിടെ വായിച്ചത് തമിഴന്മാരല്ല, ഞാൻ പൊന്നാനിയിലെ ഇയാൾ എഴുതിയ മാലയാണ്. അത് തന്നെ, അതവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല രസം. വൈദുല്യം തർജ്ജമയിൽ എതിർത്തിട്ടുണ്ട്. ഏത് മാലനെ? ഈ മാലനെ. വൈദുല്യം തർജ്ജമ എഴുതിയതെന്ന 1277. 1277 എഴുതിയ വൈതുല്യം തർജ്ജമയിൽ എതിർത്തിരിക്കുന്നു അത്രേ. ഏത് മാലയെ? 1348 രചിച്ച മാലയെ. ഞാനുണ്ട് 1348 ഉണ്ടാക്കിയ മാലനെ എതിർക്കണമെന്ന്. 48 പിന്നെ എത്ര കൊല്ലം ഉണ്ടാവും? 48 ഒരു 58 68 170 കൊല്ലം മുമ്പ് 170 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിൽ 70 കൊല്ലത്തിന് ശേഷം വരാൻ പോണ മാലനെ എതിർത്തിട്ടുണ്ട്. കളവ് പറയുമ്പോ സുഹൃത്തെ, 71 കൊല്ലം പാടൂര് കോയക്കുട്ടി തങ്ങള് വൈദുല്യം തർജ്ജമ എഴുതിയിട്ട് 71 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചൊല്ലിയ പുതിയ മുഹീദ്ദീൻ മാല ഉണ്ടായിരുന്നത്. അതിനെ ഇയാൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് നോക്കണം നിങ്ങൾ. നല്ല കാര്യമായി പോയിട്ടുണ്ട്. ഇങ്ങനെ പച്ച കള്ളം പറയാ അല്ലേ? മാത്രല്ല, അപ്പോ എന്നോ വരാൻ പോണ മാലിനെ കുറിച്ച് 277 എങ്ങനെ സുഹൃത്തുക്കളെ 1348 ഇറങ്ങണ മാലനെ വിമർശിക്ക? അന്ന് ഈ സംഗതി തന്നെ അല്ലല്ലോ. ഇങ്ങനത്തെ പോയത്തക്കാരായാലോ നിങ്ങൾ ഇങ്ങനത്തെ വിഡ്ഢികളായാലോ. ഇത് കേട്ടിട്ട് എന്റെ പൊന്നു കുഞ്ഞാട് കുട്ടികളെ നിങ്ങൾ തക്ബീർ വിളിച്ചില്ലേ? എന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കലല്ലേ നിങ്ങളുടെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അബദ്ധം അവിടെ തന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ അംസക്കോയ ബാക്കവി സുന്നത്ത് ജമാഅത്ത് വഹാബി പ്രസ്ഥാനം എന്ന പുസ്തകത്തിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, നിങ്ങളിപ്പോ പറയണെന്താണ്? ഈ ആശയം ശരിയാണല്ലേ? ഈ ആശയം തഫ്രീഹുൽ ഖാത്തിറിലും ഇല്ലേ ഇതേ കാര്യം? നിങ്ങൾ പറയണം തഫ്രീഹുൽ ഖാത്തിറൊക്കെ നിഷേധിക്കുക, അപ്പൊ നമുക്ക് കൊണ്ടുവരാം. മാത്രല്ല, ഇതൊരു മൂപ്പര് ഈ രൂപത്തിലുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോയിക്കോ. ഇങ്ങനത്തെ ഔലിയാക്കന്മാരും ഇങ്ങനത്തെ മാലിയാവർക്ക് എന്നിട്ട് മൂപ്പര് ബഷീർ മാലയൊക്കെ പാടിയിട്ട് പറയണ് ഇവര് പല മാല ഉണ്ടാക്കും മുജാഹിദീങ്ങള്. ഇച്ച കഥകളും പൂച്ച കഥകളും